ഇത് ഈ ക്ഷേത്രത്തിന്റെ ആചാരം എന്ന് പറയുന്ന ഒരു കൗളാചാര വ്യവസ്ഥയിലുള്ളതാണ്. കാരണം ശത്രുവിനെ നിഗ്രഹിക്കുക എന്നുള്ള സങ്കല്പത്തിലാണല്ലോ അമ്മ ഇവിടെ അവതരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് 7 കലമാൻ കൊമ്പ് പ്രതിഷ്ഠ, കലമാനിന്റെ 7 തലയോട്ടോടുകൂടിയുള്ള വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠയായിട്ട് ആരാധിക്കുന്നത്. മറ്റു തിരുമുടികളെ അപേക്ഷിച്ച് ഈ ദേവിക്ക് ഏറ്റവും ശക്തിയുള്ള ദേവത ആയതുകൊണ്ട് തന്നെ ഈ രാജകൊട്ടാരത്തിലേക്ക് ഈ ദേവിയെ വരുത്തുകയും ആ ദേവിയെ രാജകൊട്ടാരത്തിൽ ബന്ധസ്ഥനാക്കി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യുദ്ധദേവതയാണല്ലോ. നമസ്കാരം. നമസ്തേ. നമ്മളെ തിരുവനന്തപുരത്ത് 3 വർഷത്തിലൊരിക്കൽ 75 ദിവസം സ്ഥിരമായി ഉത്സവം നടക്കുന്ന ഒരു ക്ഷേത്രമാണ് വെള്ളായണി ഭദ്രകാളിയമ്മ ദേവീക്ഷേത്രം. അവിടുത്തെ അമ്മയുടെ ഇരുമുടി ശിരസിൽ ഏന്തുന്ന ഒരു ചടങ്ങ് ചെയ്യാൻ വിധിക്കപ്പെട്ടതാണ് അങ്ങയുടെ ജീവിതത്തിൽ ഉണ്ടായ ഈ ദുരാത്മാക്കളുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ഇത് ഈ ക്ഷേത്രത്തിന്റെ ആചാരം എന്ന് പറയുന്ന ഒരു കൗളാചാര വ്യവസ്ഥയിലുള്ളതാണ്. പ്രത്യേകിച്ച് ദേശാചാരവുമായിട്ട് കോർത്തിണക്കിയാണ് ഈ ക്ഷേത്രത്തിന്റെ ആരാധനാ പദ്ധതിയിൽ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ദാരിദ്ര്യത്തെ നിഗ്രഹിക്കുക എന്നുള്ള ഒരു രൗദ്രഭാവത്തോടു കൂടി ഉള്ള ഒരു അമ്മയുടെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. അപ്പം സ്വാഭാവികമായിട്ട് നമുക്ക് അത്തരത്തിലുള്ള ഒരു പ്രതികൂല കാലാവസ്ഥ എന്നിൽ നിന്നുള്ള ആക്രമണങ്ങൾ സ്വാഭാവികമുണ്ടാകും മാനസികമായിട്ടും. കാരണം ശത്രുവിനെ നിഗ്രഹിക്കുക എന്നുള്ള സങ്കല്പത്തിലാണല്ലോ അമ്മ ഇവിടെ അവതരിച്ചിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ പൂജാതി കർമ്മങ്ങളും എല്ലാം തന്നെ ആ ഒരു അവസ്ഥയിൽ ശത്രു നിഗ്രഹം അല്ലെങ്കിൽ അധർമ്മത്തിനെതിരെ പോരാടുന്ന രീതിയിലുള്ള ഒരു ആചാര പദ്ധതിയാണ് ഇവിടെ ഉള്ളത്. അപ്പം ആചാര പദ്ധതിയോടൊപ്പം തന്നെ ആ പൂജാ സമ്പ്രദായങ്ങളും എല്ലാം തന്നെ അത്തരത്തിലുള്ളതായതുകൊണ്ട് തന്നെ അതിന് സ്വാഭാവികമായിട്ടും ഒരു പ്രത്യാക്രമണം നമുക്ക് ഉണ്ടാകാൻ ഉണ്ടായിട്ടുണ്ട് പല അവസരങ്ങളിലും. അങ്ങയുടെ ജീവിതത്തിൽ ഉണ്ടായ ആ ദുരനുഭവം എന്തായിരുന്നു? ദുരനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മളൊരു വ്യക്തിപരമായിട്ട് തന്നെ നമ്മളെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള ആക്രമണങ്ങൾ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ദുരാത്മാവുകൾക്ക് നേരിട്ട് വന്ന് ആക്രമിക്കാനുള്ളൊരു പദ്ധതി ഇപ്പോൾ ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ചില വ്യക്തികളിലൂടെ നമ്മളെ ആക്രമിക്കുന്ന ധർമ്മത്തിനെതിരെ അധർമ്മികളെ ആക്രമിക്കുന്ന ഒരു പലപ്പോഴും അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എടുത്തു പറയത്തക്ക ഒരു അനുഭവം പറയാമോ? എടുത്ത് പറയത്തക്ക അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ ആചാരവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പോകുമ്പോൾ അതിന് കുറെ എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ ക്ഷേത്രം ഒരു നേരത്തെ ഞാൻ പറഞ്ഞ കൗളാചാര വ്യവസ്ഥയിലുള്ള തികച്ചും നമ്മുടെ ബ്രാഹ്മണിക്കൽ, ഇപ്പോഴുള്ളൊരു ബ്രാഹ്മണിക്കൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ദ്രവീഡിയൻ കൾച്ചറിലാണല്ലോ ഇവിടെ ഈ സമ്പ്രദായം നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് 7 കലമാൻ കൊമ്പ് പ്രതിഷ്ഠ, കലമാനിന്റെ 7 തലയോട്ടോടുകൂടിയുള്ള വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠയായിട്ട് ആരാധിക്കുന്നത്. കലമാൻ കൊമ്പ് വിഗ്രഹം എന്നാണ് പറയുന്നത്. അപ്പം അത് കൗളാചാര രീതിയിലാണ് അത് പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളതും. അത്യുഗ്രമായിട്ടുള്ള രൗദ്രഭാവത്തോടു കൂടിയാണ് അതിന്റെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അത് സംബന്ധിച്ച് തന്നെ അപ്പം അത്തരത്തിലുള്ളൊരു പ്രത്യേക രീതിയിലുള്ള പൂജാവിധികൾ ആയതുകൊണ്ട് തന്നെ അതിനെ എതിർക്കുന്ന രീതിയിലുള്ള ഒരു പക്ഷം ഇതിനകത്ത് വരുന്നുണ്ട് സ്വാഭാവികമായിട്ടും. അപ്പൊ ഇതെല്ലാം തന്നെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു കാലാവസ്ഥ, ഒരു അനുഭവം പല രീതിയിലുണ്ടായിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു ദുഷ്ടശക്തികൾ അതെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് അത് കാണുന്നത്. അതെ കാണുന്നത്. കാരണം അത് സ്വാഭാവികമാണ്. നമ്മുടെ ഈ കൗളാചാരത്തിൽ പറയുന്നുണ്ട്, കൗളാചാര വ്യവസ്ഥ അനുസരിച്ച് പറയുന്നത് ഈ കൗളാചാരം ചെയ്യുന്ന ഒരാള് ധൈര്യശാലിയായിരിക്കണം, വീരനായിരിക്കണം. കാരണം ഈ കൗളാചാര വ്യവസ്ഥയിലുള്ള രൗദ്രഭാവത്തിലുള്ള പൂജാതി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എതിർ പക്ഷക്കാർ എന്ന് പറയുന്ന ഒരു അധാർമികമായിട്ടുള്ള ഒരു പ്രത്യാക്രമണം നമുക്കുണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഈ കൗളാചാര്യൻ ഒരു ധീരനായിരിക്കണമെന്ന് പറയുന്നുണ്ട്. കാരണം പലവിധ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകും. അപ്പൊ അതെല്ലാം ധൈര്യം നേരിട്ട് തപസ്യായിട്ട് മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ എന്താണോ ആ അമ്മയുടെ ആ പൂജാതി കർമ്മങ്ങൾ ചെയ്യേണ്ടത് അത് കൃത്യതയോടെ ചെയ്യണം എന്നൊരു വ്യവസ്ഥ ഉള്ളതുകൊണ്ട് അത് നമുക്ക് ഒരുപാട് സഹിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും. എന്തൊക്കെ വ്രതങ്ങളാണ് ഇതിനുവേണ്ടി അങ്ങ് നോക്കുന്നത്? വ്രതം സ്വാഭാവികമായിട്ട് സാമാന്യമുള്ള വ്രതാദികളാണ്. പക്ഷേ കൗളാചാര വ്യവസ്ഥ ആയതുകൊണ്ട് മുട്ട, മദ്യ, മാംസം ഇതെല്ലാം കഴിക്കാവുന്ന ഒരു പക്ഷം പറയുന്നുണ്ടെന്നെങ്കിലും ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വ്രതാദികൾ കൃത്യമായിട്ട് പാലിച്ചു തന്നെയാണ് പോകുന്നത്. കൗളാചാര വ്യവസ്ഥയിൽ അത് കഴിക്കാം എന്നൊരു വ്യവസ്ഥ ഉണ്ട് എങ്കിൽ പോലും ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം
ഒരു പ്രത്യേക വ്രതാദികൾ പാലിച്ച് തന്നെയാണ് പോകുന്നത്. ഇപ്പൊ 3 വർഷത്തിലൊരിക്കൽ ആണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. അതെ. അതും തികച്ചും വ്യത്യസ്തമായിട്ട് 75 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ്. അപ്പൊ ഇതിന്റെ ചിട്ടാവട്ടങ്ങളൊക്കെ എങ്ങനെയാണ്? ഈ 75 ദിവസം ഉത്സവം എങ്ങനെയാണ് നടക്കുന്നത്? എങ്ങനെയാണ് അതിന്റെ രീതികൾ? 75 ദിവസം ഉത്സവം നടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു ഉത്സവം തുടങ്ങുന്ന ഒരു 6 മാസം മുമ്പായിട്ട് തന്നെ ഇതിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിക്കണം. കാരണം ഒത്തിരി ഏകദേശം ഒരു 10 കിലോമീറ്ററോളം ചുറ്റളവാണ് ഈ ഉത്സവത്തിന്റെ മേഖല തന്നെ. അങ്ങനെ 4 ദിക്കുകളെയും കേന്ദ്രീകരിച്ചുകൊണ്ടാണ്, 4 ദിക്കുകളെയും ബൗണ്ടറി അതിർത്തിരിച്ചുകൊണ്ടാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. അപ്പൊ ഇത്രയും ജനങ്ങളെ സജ്ജമാക്കുന്നതിനും ഒപ്പം തന്നെ നിറപറ എടുക്കുന്നതിലേക്ക് വേണ്ടിയുള്ള അപ്പോൾ വലിയ വിപുലമായിട്ടുള്ള സജ്ജീകരണം നമുക്ക് ആവശ്യമാണ്. ഒപ്പം തന്നെ ഈ ദേശവാസികളെല്ലാം കോർത്തിണക്കി കൊണ്ടുപോകുന്നതിന് പ്രത്യേക സമിതി അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് നേരിട്ട് നടത്താറുണ്ട് പലപ്പോഴും. അപ്പൊ അത്തരത്തിലുള്ള വലിയൊരു ഇത്തിരി ദിവസം എനിക്ക് തോന്നുന്നത് ഈ തെക്കേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉത്സവം നീണ്ടു നിൽക്കുന്ന, കണ്ടിന്യൂ ആയിട്ട് തുടർച്ചയായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു അമ്പലം ഇന്ത്യയിൽ ഇത് മാത്രമേ ഉള്ളൂ എന്നാണ് നമുക്കിപ്പം കാണാൻ കഴിയുന്നത്. നാനാ ദേശത്തു നിന്നും ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മൾ നിറവറ എടുക്കുന്നതിലേക്ക് വേണ്ടി ഈ പൂജയിലിരിക്കുന്ന വിഗ്രഹം തന്നെയാണ് ഓരോ വീടുകളിൽ നിറവറ പറയെടുപ്പായിട്ട് നമ്മൾ ദേവിയെ തോളിൽ എഴുന്നള്ളിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങയുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു ദുരനുഭവം എന്തായിരുന്നു? ദുരനുഭവം എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ പറ്റില്ല. എപ്പോഴും ദുരനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേസുകളായിട്ടായിരുന്നാലോ അല്ലെങ്കിൽ ഈ ആചാരത്തെ തകർക്കുന്ന രീതിയിലുള്ള ഒരു ആക്രമണം വരുമ്പോഴത്തേക്കെല്ലാം നമ്മൾ അതിനെ അഭിമുഖീകരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അതിന് ഒരു പരിധിവരെ നമുക്ക് ദേവസ്വം ബോർഡ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് നമ്മുടെ ആചാരത്തെ. പിന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ വളരെ കൃത്യതയോടുകൂടി പാലിക്കണം എന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ ഒരു നിർദ്ദേശം അടുത്ത കാലത്തായിട്ട് ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. കാരണം ഇത് ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശാസ്ത്രസമ്മതമായിട്ടാണ് ആചാരങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അതൊരു അങ്ങനെ, കാരണം ഒരു ആചാരം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ആ സാത്വികമായിട്ട് ആചാരം ഒരു ദർശനം നൽകുന്നുണ്ട് ഒരു ദേശത്തിന്, ഒരു ജനതയ്ക്ക് എങ്ങനെയാണ് ജനത ജീവിക്കേണ്ടത്, ആ ജനത്തെ എങ്ങനെയാണ് ഒരു രാജാവ് ഒരു ദേശത്തെ സംരക്ഷിക്കേണ്ടത്, ഇങ്ങനെയുള്ള കുറെ ആചാര വിഷയങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്ത് അതിപ്പോഴും നിലനിന്ന് പോരുന്നുണ്ട്. ഇപ്പം നമ്മളെ തിരുവിതാംകൂർ ക്ഷേത്രവുമായിട്ട് അവിടെ കൊട്ടാരവുമായിട്ടും എന്തെങ്കിലും ബന്ധം നമുക്കുണ്ടോ? അതെ, കൊട്ടാരമായിട്ട്. അതെന്ത് ബന്ധമാണല്ലോ? അത് പൂർവ്വകാലത്ത് പിന്നെ ഐതിഹ്യം അനുസരിച്ച് ഇത് 8 നായർ തറവാട്ടുകാരുടെ ആയിരുന്നു, നായർ സ്ഥാനിമാരുടെ ആയിരുന്നു. പിന്നെ അത് ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുകയും ഒപ്പം തന്നെ അത് ദേവസ്വം പിന്നെ നമ്മുടെ രാജഭരണത്തിന് കീഴിലായിരുന്നു ആദ്യകാലത്ത്. അതിനുശേഷം ദേവസ്വം ബോർഡ് ഏറ്റെടുത്തപ്പോഴും ഇപ്പോഴും ആചാരപരമായിട്ട് തന്നെ നേമം കച്ചേരി നടൽ എഴുന്നള്ളിപ്പ് എന്നുള്ള ഒരു സമ്പ്രദായമുണ്ട്. നേമം കച്ചേരി നടൽ എഴുന്നള്ളിപ്പ് അത് മഹാരാജാവിന് വേണ്ടി രാജവീതിയിൽ നടത്തുന്നതായിട്ടാണ് ആ സങ്കല്പിച്ചപ്പോഴും കാലൂട്ടുത്സവത്തിന് ഈ നേമം കച്ചേരി നടൽ എഴുന്നള്ളിപ്പ് നടത്താറുണ്ട്. ഒപ്പം തന്നെ ദേവിയുടെ, അതായത് ഈ മറ്റു തിരുമുടികളെ അപേക്ഷിച്ച് ഈ ദേവിക്ക് ഏറ്റവും ശക്തിയുള്ള ദേവത ആയതുകൊണ്ട് തന്നെ ഈ രാജകൊട്ടാരത്തിലേക്ക് ഈ ദേവിയെ വരുത്തുകയും ആ ദേവിയെ രാജകൊട്ടാരത്തിൽ ബന്ധസ്ഥനാക്കി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യുദ്ധദേവതയാണല്ലോ, ഒരു ക്ഷാത്ര ഗുണമുള്ള യുദ്ധദേവത ആയതുകൊണ്ട് ആ ദേവത ആരാധിക്കുന്നതിലേക്ക് വേണ്ടി അന്നത്തെ മഹാരാജാവ് ബന്ധസ്ഥനാക്കി വെക്കുകയും ഒപ്പം തന്നെ ഈ കേളംകുല ശേഖരവാത്തി എന്ന ആചാര്യനും മറ്റു മാന്ത്രികനുമായിട്ടുള്ള കരുവൻ പറയന്റെ സഹായത്തോടു കൂടി ആ ദേവിയെ മോചിപ്പിച്ചുകൊണ്ട് വന്ന് പ്രതിഷ്ഠിച്ച ഒരു ഐതിഹ്യമൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ രാജ കുടുംബമായിട്ട് വളരെ അധികം ബന്ധമുള്ള ഒരു ആരാധനാലയമാണിത്.